ഇന്ന് നമുക്കൊരു കുഞ്ഞ് എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഈ പാനിപ്പൂരിയുടെ ഒരു സെറ്റ് അന്വേഷിച്ചാക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വാങ്ങിട്ടോ. 40 രൂപയായിരുന്നു വില. അപ്പോൾ നമ്മൾ നേരെ അത് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 3 പാക്കറ്റ് ഉണ്ട്. അതിലൊരെണ്ണം വറക്കാനുള്ള സാധനം പാനിപ്പൂരിയുടെ ആ പൊങ്ങിയ ബോണ്ട പോലത്തെ ഒരു സാധനം കിട്ടത്തില്ല. ഇതാണ് കണ്ട. നമ്മൾ സാധാരണ ഈ ഫിംഗർ ഫ്രൈ ഒക്കെ ഉണ്ടാക്കണ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ആ സാധനമൊക്കെ പോലെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അത് പിന്നെ അത് കഴിഞ്ഞൊരു പുളിവെള്ളം, പിന്നെ ഒരു ചട്നി, അങ്ങനെയൊക്കെയുള്ള സാധനം കിട്ടി. അപ്പോൾ ഞാൻ പൊട്ടറ്റോ വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കുറച്ച് സവാള അരിഞ്ഞിട്ടു. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പൊടിയും കൂടെ അടിച്ചിട്ട് മുളക് പൊടിയൊക്കെ കൂടിയതാണെന്ന് തോന്നുന്നത്. പക്ഷെ ഒരു നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. സമൂസ ചാട്ടിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു മസാലയുടെയൊക്കെ സ്മെല്ലുണ്ട്. പക്ഷേ അടിപൊളിയായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ മസാല അനുസരിച്ച് കുറച്ചും കൂടെ പൊട്ടറ്റോ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ കുറച്ച് പൊട്ടറ്റോ എടുത്തോളൂ. ആഴ്ചയിലല്ലേ ഉണ്ടാവുള്ളൂ എന്ന് ചോദിച്ചു. ഫസ്റ്റ് ട്രൈ അല്ലേ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു. അതിൽ പുളിവെള്ളത്തിനാണെങ്കിൽ നല്ല മധുരവും ഒരു പുളിയൊക്കെ കൂടി വെറുതെ ഒരുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. സോസിൻ്റെ ടേസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. ഇച്ചിരി വെള്ളം ഞാൻ ചേർത്തോളൂ. വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം അത് ചേർക്കാം കേട്ടോ. അതിൽ എഴുതിക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതിയെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ പുതിന ചട്നി അങ്ങനെയൊക്കെ ചേർന്നൊരു സാധനമാണ്. ഇത് അത്യാവശ്യം എരിവുള്ളൊരു സാധനമായിരുന്നു. ഇതാണ് സാധനത്തിൽ കുറേ വെള്ളം 250 ml, അത് 1 ലിറ്റർ വെള്ളമൊക്കെ ചേർക്കാനായിട്ട് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതും വളരെ കുറച്ചേ ചേർത്തുള്ളൂ. ഒരുപാടായിട്ട് ലാസ്റ്റ് ഈ കുളമാക്കണ്ടല്ലോ എന്ന് ഓർത്തു. ജസ്റ്റ് എന്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമുക്ക്. പിന്നെ ഞാൻ പോയിട്ട് അത് കൊണ്ടുപോയി വറുത്തെടുത്തിട്ട് വന്നു. വറുത്തെടുത്ത് കഴിഞ്ഞ് പിന്നെ ഇതെന്തായി, ടേസ്റ്റ് എന്തായി നമുക്ക് വഴിയെ പറഞ്ഞു തരാമല്ലോ. അപ്പം നമുക്ക് പാനിപ്പൂരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരെണ്ണം ഞാൻ എടുക്കണേ കേട്ടോ. അതിനു മുമ്പ് ഇത് അപ്പോഴേ ആയി കൊടുത്തേക്കട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് ഇരട്ടിപ്പണിയാവും. പൊട്ടിച്ചിട്ടുണ്ട്. നിൽക്ക് ഞാൻ ഓരോ സാധനം എടുത്ത് തരാം. പിടിച്ചോ. ഇച്ചിരി ഉരുളൻകിഴങ്ങ് എടുത്ത് അതിലോട്ട് തട്ടി ഇച്ചിരി ഇട്ടാൽ മതി, ഒരുപാട് ഇടണ്ട. കുറച്ച് എരിവൊക്കെ ഉണ്ട് ഇതിനകത്ത്. തിന്നെ. റീൻ്റെ എക്സ്പ്രഷൻ കണ്ടേ. ഒരു മിനിറ്റ്, ഇനി ഞാനൊന്ന് നോട്ടെ. ഞാൻ തിന്ന് നോക്കിയിട്ട് പറയാം അഭിപ്രായം. ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് വരാം കേട്ടോ. ഇത് പിന്നെ ഇതൊക്കെ ഇതിനകത്ത് വെച്ചിട്ട് പുളിയാണത്. ഇത് വെള്ളമായിട്ട് വേണമെങ്കിൽ വെള്ളമാക്കി എടുക്കാം കേട്ടോ. അത് ഞാൻ അധികം വെള്ളമായിട്ട് എടുത്തില്ല. ഞാൻ അധികം വെള്ളമില്ലാണ്ട് എരിവ് വെച്ചിട്ടാണ്. തിന്ന് കണ്ട അഭിപ്രായം പറയാൻ നോക്കാം. സംഭവം മോശമൊന്നുമില്ല കേട്ടോ. സാധാരണ 20 രൂപയ്ക്ക് 7 എണ്ണം കിട്ടും. അതിപ്പോൾ ഒരെണ്ണം നിന്ന് പറഞ്ഞാൽ 3 എണ്ണം. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25 എണ്ണം ഉണ്ട്. അപ്പം 40 രൂപക്ക് അത്ര കിട്ടും. 14 എണ്ണം ഇട്ടുള്ളൂ. ഇപ്പം 25 എണ്ണം കൂടുതലുണ്ട്. സാധനം ഒരെണ്ണം മാത്രം ഇതിൽ ഫ്ലോപ്പായിരുന്നു. ഒരെണ്ണം മാത്രം പൊട്ടിയിരുന്ന വെച്ചുകൊണ്ട് അത് മാത്രം വലുതായില്ല. ബാക്കി എല്ലാം നല്ല അടിപൊളിയായിട്ടിട്ടുണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാൽ നല്ലതായിരിക്കും. അതിൽ വെള്ളം കുറച്ചും കൂടെ ഒഴിക്കാൻ പറ്റണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാനാണ് പറഞ്ഞത്. ഞാൻ വളരെ കുറച്ച് ഒഴിച്ചുള്ളൂ. സാധനം പാനിപ്പൂരിക്ക് ഇങ്ങനെ വെള്ളം പച്ചവെള്ളം പോലെ കുറേ കൊരി ഒഴിച്ചിട്ടായിരിക്കുമല്ലോ നമുക്ക് തരാം. ഞാൻ ജസ്റ്റ് അത്ര എടുത്തില്ലായിരുന്നു. പക്ഷെ സംഭവം മോശമൊന്നും അറിയില്ല. പാനിപ്പൂരി നമ്മൾ കടയിൽ പോയിട്ട് പാനിപ്പൂരി കഴിക്കണം ആ ടേസ്റ്റ് അല്ല. അതിനൊരു ചെറിയ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പക്ഷെ ആ പുളി എരിവും എല്ലാം ഉണ്ട് കേട്ടോ. സംഭവം നല്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നല്ലതാണ്. പാനിപ്പൂരി ഇഷ്ടപ്പെടുന്നവർക്ക് പുളി മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ഇഷ്ടമായി. കാരണം എനിക്ക് എരിവ് മാത്രമാണ് വലിയ ഇഷ്ടമില്ലാത്തുള്ളൂ. പിന്നെ പുളി മധുരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് എനിക്കിത് സംഭവം നല്ലതായിരുന്നു. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ.
പാനിപ്പൂരി കഴിക്കണ ആ സെയിം ടേസ്റ്റാന്ന് പറയില്ല, പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പുളി മധുരമൊക്കെ ഉണ്ട്. ആദ്യമേ കഴിക്കുമ്പോൾ അത് പുളി ശരിക്കും കിട്ടുന്നുണ്ട്. നമുക്കൊന്നും കൂടെ കഴിച്ചാലാ. എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഇത് ഞാൻ കുറച്ച് എരിവ് കൂടുതൽ, അതിൻ്റെ മസാല ആഡ് ചെയ്യപ്പോൾ അതിന് കുറച്ച് മസാല, അപ്പം എനിക്ക് കുറച്ചും കൂടെ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്താൽ മതിയായിരുന്നു. അപ്പം ശരിയായിരുന്നു. വേണം എന്നാ കഴിച്ചു, അതാണ് കഴിച്ചു. അപ്പം ഞാൻ ഒന്നും കൂടെ എടുക്കട്ടെ. കുറച്ച് ഉരുളക്കിഴങ്ങിന് കുറച്ച് എരിവ്, കാരണം ഉരുളക്കിഴങ്ങ് കുറച്ചും കൂടെ എടുക്കുക. ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തോളൂ, അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇതിനാണ് എരിവ്, ചട്നിക്കാണ് എരിവ്. എന്തായാലും പാനിപ്പൂരിയൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കും ഒന്ന് പോയി ട്രൈ ചെയ്യണം. ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. സംഭവം നല്ലതാണ്. എന്താ ഇത്രയുള്ള നമ്മുടെ വീഡിയോ, ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സൗണ്ട് കേൾക്കണ്ടല്ലോ അല്ലേ? ഇത് വെറുതെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ തറപ്പറ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ബൈ, സീ യു. നമ്മൾ തീർക്കട്ടെ കേട്ടോ.